അങ്ങോട്ട് ചെന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്റെ കൂടെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നെ കണ്ട മാത്രയിൽ ചെറിയ കുട്ടികളെ പ്രേരിപ്പിച്ചു കല്ലെടുത്തെറിയാൻ. ഭ്രാന്തന്മാരെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചു. സുഖമില്ലാത്ത രണ്ടാളുകളാണ്, മക്കയിൽ നിന്നിങ്ങോട്ട് വന്നവരാണ്. എന്നെ കൂക്കി വിളിപ്പിച്ചു, എന്നെ ആട്ടി ഓടിക്കുന്ന ശൈലിയുണ്ടാക്കി. എന്റെ ശരീരത്തിൽ കല്ലുകളെ കൊണ്ട് ഏറുകിട്ടി. എന്റെ പാദങ്ങളിൽ നിന്ന് രക്തം ഉറ്റി വീഴാൻ തുടങ്ങി. എന്റെ കൂടെയുള്ള സെയ്ദ് ഇബ്നു ഹാരിസയുടെ തലക്ക് ഏറ് വന്നു. തല പൊട്ടിയപ്പോൾ സെയ്ദിനോട് ഞാൻ പറഞ്ഞു, സെയ്ദേ, എന്നെ കാത്തു നിൽക്കാതെ നിങ്ങൾ മക്കയിലേക്ക് പോകണം. ഞാൻ വരുന്നത് നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങൾ മക്കയിലേക്ക് ജനങ്ങൾ കാണാത്ത വഴിയിലൂടെ മക്കയിലെത്തണം. അവിടെ എത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. അവിടെ മക്കളുണ്ടല്ലോ, സൈനബ് ബീവി റളിയല്ലാഹു അൻഹയും മറ്റുമൊക്കെയുണ്ടല്ലോ. അവരിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയിട്ട് നിങ്ങളെ തലക്ക് നിങ്ങൾ ചികിത്സിക്കണം. വലിയ മുറിവല്ലേ തലക്ക് പറ്റിയത്. ഞാൻ മക്കയിലേക്ക് വന്നുകൊള്ളും, നിങ്ങൾ എന്നെ കാത്തിരിക്കരുത്. എന്റെ കുടുംബം എന്നെ ആ രൂപത്തിൽ ആട്ടി ഓടിക്കുന്ന ആ ഒരു ദിവസം എനിക്ക് ഏറ്റവും സങ്കടം നിറഞ്ഞ ദിവസമാണ്. സ്വന്തക്കാരല്ലേ കുട്ടികളെ വിളിച്ചിട്ട് കല്ലെറിയിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ പതുക്കെ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കുടുംബക്കാരുടെ തന്നെ തോട്ടത്തിലേക്ക് കയറിയിരുന്നു. അവിടുത്തെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇരുന്നപ്പോ എന്റെ ഇരുത്തം കണ്ടിട്ട് അവർക്ക് സഹതാപം തോന്നിയിട്ടാണ് റബീഅത്തിന്റെ 2 മക്കൾ അവരുടെ ഭൃത്യൻ അദ്ദാസിന്റെ കയ്യില് ഒരു പാത്രത്തിൽ അല്പം മുന്തിരി കൊടുത്തു വിട്ടത്. അവരെന്നെ ആട്ടിയോടിച്ചതും കൂക്കി വിളിച്ചതും എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി പോയി. എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന്, എന്റെ മൂത്താപ്പയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒത്താശ ചെയ്യേണ്ട എന്റെ കുടുംബം, എനിക്ക് കാവൽ നിൽക്കേണ്ടവർ, എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യേണ്ടവർ എന്നെ സ്വീകരിക്കുന്നതിന് പകരം കല്ലെടുത്ത് എന്നെ എറിഞ്ഞ രൂപത്തില് എന്റെ കാലിലേക്ക് തുരുതുരായി എറിഞ്ഞ് ഞാൻ തിരിച്ചു പോകാനുള്ള പണിയാണ് അവരെടുത്തത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് ആ ദിവസമാണ്. ആയിഷ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഇത് ഞാൻ പറയുമ്പോ നിങ്ങളൊക്കെ ചിത്രങ്ങൾ വരക്കണം. നിങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പോറലേറ്റിട്ടുണ്ടാകും. വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും. ശേഷം ഇനി പറയാൻ പോകുന്ന പോയിന്റിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം, ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതിന് വേണ്ടി. എന്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ ഞാനും സ്വീകരിക്കേണ്ടത് അതേ ശൈലി തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും ഉദാത്തമായൊരു മാർഗതാണ്. എന്താണ് ആ മാർഗം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോ അദ്ദാസ് വരുന്നതിന്റെ മുമ്പ് പാത്രവുമായിട്ട് മുന്തിരിക്കൊലയുമായിട്ട് അദ്ദാസ് വരുന്നതിന്റെ മുമ്പ് ഇറങ്ങി വന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. വന്നിട്ട് ചോദിച്ചു, മുത്തുനബിയെ, ഇന്നല്ലാഹ ബഅസനി ഇലൈക, അല്ലാഹു തആല തങ്ങളിലേക്ക് എന്നെ അയച്ചത് ബിമലക്കിൽ ജിബാൽ. അതാ അപ്പുറത്തും ഇപ്പുറത്തും 2